നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പല സെലിബ്രിറ്റികൾക്കും അതുപോലെ തന്നെ പല ആളുകളും ഗൾഫ് രാജ്യങ്ങൾ, ദുബായ് പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ജീവിത ശൈലി ഇഷ്ടപ്പെട്ടിട്ട് അവിടെ താമസിക്കാൻ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ താല്പര്യമായിട്ട് ഇവിടെ നിന്ന് പോയവരൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഭീതി, ഇറാൻ്റെ ആക്രമണം, അത് അവിടെയുള്ള പ്രവാസികളെയും അവിടുത്തെ ജനങ്ങളെയും ഏറെ ഞെട്ടിച്ചിരിക്കുകയാണ്. വളരെ സുരക്ഷിതമെന്ന് കരുതുന്ന അല്ലെങ്കിൽ എപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ നമുക്ക് ജീവിക്കാമെന്ന് കരുതുന്ന പല രാജ്യങ്ങളുടെയും അവസ്ഥ ഇന്ന് വളരെ മോശമാണ്. മാത്രമല്ല, തലയ്ക്ക് മുകളിലൂടെ ഏതു നേരവും ചീറിപ്പായുന്ന മിസൈലുകളും അതിൻ്റെ ശബ്ദവുമാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങൾ സ്ഥിരം കേൾക്കുന്നത്. ദുബായിലെ ആഡംബര ജീവിത ശൈലിയെക്കുറിച്ചും ദുബായ് നൽകുന്ന സുരക്ഷയെക്കുറിച്ചും ഒക്കെ പറയുവാനാണ് ഇപ്പോഴും പല ഇൻഫ്ലുവൻസർമാരും റിയാലിറ്റി ഷോ താരങ്ങളും ഒക്കെ ശ്രമിക്കുന്നത്. ഇറാന്റെ ബോംബാക്രമണം ആരംഭിച്ചപ്പോൾ തന്നെ UAE അധികൃതർ രാജ്യത്ത് താമസിക്കുന്ന പാശ്ചാത്യർക്ക് ആക്രമണത്തിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഇടുന്നത് വിലക്കിക്കൊണ്ട് സന്ദേശങ്ങൾ അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്ന ഇൻഫ്ലുവൻസർമാരുടെ യഥാർത്ഥ വികാരവും ചിന്തകളും എന്തെന്നറിയാൻ ഒരു വഴിയുമില്ല. ദുബായിൽ സുരക്ഷിതമാണെന്ന് പറയുമ്പോഴും സുരക്ഷ ഉറപ്പാക്കാൻ UAE സർക്കാർ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അവരിൽ പലരും തിരികെ UK എത്താനാണ് ശ്രമിക്കുന്നത്. നികുതി രഹിത വരുമാനവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുകളും ഒക്കെയായിരുന്നു ഒരു കാലത്ത് സെലിബ്രിറ്റികളെ ദുബായിലേക്ക് ആകർഷിച്ചിരുന്നതെങ്കിൽ ഈ യുദ്ധത്തോടെ ആ ആകർഷണം ഏതാണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഫുട്ബോൾ താരം റിയോ ഫെർഡിനാൻഡിനെയും ഭാര്യ കേറ്റിനെയും പോലുള്ള പലരും യുദ്ധത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ UK തിരിച്ചെത്തിയിരുന്നു. അതുപോലെ ദുബായിലെ കുറിച്ച് വാനോളം പുകഴ്ത്തിയിരുന്ന അപ്രന്റീസ് താരം ലൂയിസ സിസ്മാനും തിരികെ ബ്രിട്ടനിലെത്തിയിട്ടുണ്ട്. അതേസമയം മറ്റു പല സെലിബ്രിറ്റികളും ലഭ്യമാകുന്ന ആദ്യ വിമാനത്തിൽ നാട്ടിലെത്തപ്പെടാനുള്ള തന്ത്രപ്പാടിലാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഷാഗോസ് ദ്വീപിലെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രത്തിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ലണ്ടൻ, പാരീസ്, ബെർലിൻ എന്നിവ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നഗരങ്ങളെ ലക്ഷ്യമാക്കി ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായേക്കാം എന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പും എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇറാൻ ഈ പറഞ്ഞതുപോലെ ഇസ്രായേലെയോ അമേരിക്കയോ മാത്രമല്ല, GCC രാജ്യങ്ങളെയുമല്ല, പല മറ്റുള്ള വമ്പൻ രാജ്യങ്ങളെയും ഒക്കെ തന്നെ ആക്രമണം അവിടേക്കും കൂടി നടത്താനുള്ള പദ്ധതികളാണ് ഇറാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷിയിൽ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി നടത്തുന്ന സൈനിക ആസ്ഥാനത്തിലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇറാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചത്. മിസൈലുകളിൽ ഒന്ന് പാതി വഴിയെ തന്നെ തകർന്നതായും മറ്റൊന്നിനെ ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിനെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തതായും ചില വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സൈനിക കേന്ദ്രത്തിന് നേരെയുള്ള ആദ്യ ആക്രമണമായിരുന്നു ഇത്. ആക്രമണം നടന്ന കൃത്യം സമയം ഇനിയും വ്യക്തമായിട്ടില്ലെങ്കിലും ചില വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും അറിയുന്നത് ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ ബ്രിട്ടീഷ് ആസ്ഥാനമായ ബോംബറുകൾ ഉപയോഗിക്കാൻ സ്റ്റാർമർ അമേരിക്കയ്ക്ക് അനുവാദം നൽകുന്നതിന് മുമ്പാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ്. ശനിയാഴ്ചയായിരുന്നു സ്റ്റാർമർ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഡീഗോ ഗാർഷ്യ ആക്രമണത്തിനായിട്ടാണ് ഇത് ആദ്യമായി ഇറാൻ ഒരു ദീർഘദൂര മിസൈൽ ഉപയോഗിച്ചതെന്നും ഇസ്രായേലി സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏകദേശം 4000 കിലോമീറ്റർ ദൂരം വരെ പോകാൻ ശേഷിയുള്ളവയാണ് ഈ മിസൈലുകൾ. അതുകൊണ്ട് തന്നെ ഇറാനിലെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടത്തിന് ലണ്ടനെയോ പാരീസിനെയോ ബെർലിനെയോ വരെ ആക്രമിക്കാൻ കഴിയുമെന്നും ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകുന്നു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ അവരുടെ മിസൈൽ ശക്തിയെക്കുറിച്ചും പുതിയ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനിൽ നിന്നും ഏകദേശം 3800 കിലോമീറ്റർ മാറിയാണ് ഡീഗോ ഗാർഷ്യ സ്ഥിതി ചെയ്യുന്നത്. ഈ ആക്രമണം അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണെന്നാണ് യുദ്ധവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇറാൻ മിസൈലുകൾക്ക് 2000 കിലോമീറ്ററിനപ്പുറം പോകാൻ കഴിയില്ലെന്നായിരുന്നു അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലോ അതല്ലെങ്കിൽ ഒരു സ്പേസ് ലോഞ്ച് വെഹിക്കിളോ വരെ ഡീഗോ ഗാർഷ്യ ആക്രമിക്കുന്നതിനായി ഇറാൻ ഉപയോഗിച്ചിരിക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത്.
മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുന്നത് നിർത്തണമെന്ന് G7 രാജ്യങ്ങളും അപ്പോൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇറാൻ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് ഉടനടി നിർത്തണമെന്നാണ് G7 രാജ്യങ്ങളെ വിദേശകാര്യമന്ത്രിമാർ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത്. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്നും ഇറാൻ നിരുപാധികം പിന്മാറണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് എത്തിയിരിക്കുന്നത്. ആഗോള വിതരണ ശൃംഖല മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സമുദ്രപാതകൾക്കും സുരക്ഷ ഉറപ്പാക്കുമെന്നും അവർ പറഞ്ഞു. തന്ത്രപരമായി നിർണായകമായ ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ ടെഹ്റാൻ വീണ്ടും തുറന്നില്ലെങ്കിൽ രാജ്യത്തെ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുമെന്നും ഡൊണാൾഡ് ട്രംപും ഇറാന് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ജലപാത ഭീഷണി കൂടാതെ പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ ഏറ്റവും വലിയ സൗകര്യത്തിൽ തുടങ്ങി ഇറാനിയൻ വൈദ്യുതി നിലയങ്ങളെ അമേരിക്ക ആക്രമിച്ച് ഇല്ലാതാക്കുമെന്നും ട്രംപ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. ഭീഷണി കൂടാതെ ഈ കൃത്യം സമയം മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഹോർമസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ അമേരിക്ക അവരുടെ വിവിധ ഊർജ്ജ നിലയങ്ങളെ ആക്രമിച്ച് ഇല്ലാതാക്കും. ആദ്യം തന്നെ അത് ഏറ്റവും വലിയ ഒന്ന് ആരംഭിക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. സംഘർഷം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയും ശത്രുത അതിൻ്റെ പ്രാരംഭ പരിധിക്കപ്പുറം വ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് വരുന്നത്. ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി ഇറാൻ സൈന്യം ദീർഘദൂര മിസൈലുകൾ വിക്ഷേപിച്ചു. ഇത് മധ്യപൂർവ്വ ദേശത്തിനപ്പുറത്തേക്ക് സംഘർഷത്തിന്റെ സാധ്യതയെക്കുറിച്ചും ആശങ്ക ഉയർത്തുന്നു. ഇസ്രായേലിലെ ഒരു സെൻസിറ്റീവ് ആണവ കേന്ദ്രത്തിന് സമീപം ഇറാനിയൻ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. ഡിഗോ ഗാഡിയയിലെ US-UK സൈനിക താവളത്തിലേക്ക് ഇറാൻ 4000 കിലോമീറ്റർ ദൂരപരിധിയുള്ള 2 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും ഇയാൾ സമീർ പറഞ്ഞു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇറാൻ ഇത്രയും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നത് ആദ്യമായാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം വിശേഷിപ്പിച്ചത്. ഈ മിസൈലുകൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അവയുടെ പരിധി യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ എത്തുന്ന ബെർലിൻ, പാരീസ്, റോം എന്നിവയെല്ലാം നേരിട്ടുള്ള ഭീഷണി പരിധിയിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഘർഷം ഇതിനകം തന്നെ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചിട്ടുണ്ട്. US-ഇസ്രായേൽ ആക്രമണങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ 2000-ലധികം പേർ കൊല്ലപ്പെട്ടു. അതേസമയം ഇറാനിയൻ ആക്രമണങ്ങളിൽ ഇസ്രായേൽ പ്രദേശത്ത് കുറഞ്ഞത് 15 പേർ മരിച്ചു. പേർഷ്യൻ ഗൾഫിനെ ആഗോള വിപണികളായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഇടനാഴിയായ ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിൽ ഒന്നാണ്. ആഗോള എണ്ണ വിതരണത്തിന്റെ ഏകദേശം 1/5 വഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ഇറാൻ ഈ കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഫലപ്രദമായി നിയന്ത്രിച്ചു. അത് ആഗോള ഊർജ്ജ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഈ സാഹചര്യം ആഗോള തലത്തിൽ ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട്. സുരക്ഷിതമായ സമുദ്ര ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന് 20-ലധികം രാജ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.